ഹൈ ഗേസ് വെൽക്കം ബാക്ക്. 90% ട്രേഡേഴ്സും അറിവില്ലായ്മ കൊണ്ടല്ല അവരുടെ ട്രേഡിംഗ് അക്കൗണ്ട് നശിപ്പിക്കുന്നത്. അവരുടെ ട്രേഡിംഗ് അക്കൗണ്ട് നശിപ്പിക്കുന്നത് അവർക്ക് അഡിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഡൊപ്പമീനോടുള്ള അഡിക്ഷൻ. ഒരു ദിവസം മുഴുവൻ റീല് സ്ക്രോൾ ചെയ്യുന്ന ഒരാളെ പോലെ, മദ്യപാനത്തിന് അഡിക്ഷൻ ആയിട്ടുള്ള ഒരാളെ പോലെ, പോൺ വീഡിയോസിന് അഡിക്ഷൻ ആയിട്ടുള്ള ഒരാളെ പോലെയാണ് നിങ്ങൾ ട്രേഡേഴ്സും. നിങ്ങൾ അഡിക്റ്റ് ആയിട്ടുള്ളത് ചാർട്ട് ചെക്ക് ചെയ്യുന്നതിന്, പി ആൻഡ് എൽ ചെക്ക് ചെയ്യുന്നതിന്. ഇതിനെ നമുക്ക് ഡൊപ്പമീൻ അഡിക്ഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഡൊപ്പമീൻ? നമ്മുടെ ബ്രെയിനിൽ സന്തോഷം, മോട്ടിവേഷനൊക്കെ തരുന്ന ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഡൊപ്പമീൻ നിങ്ങളോട് പറയും ഇത് നല്ലതായി തോന്നുന്നു, വീണ്ടും ചെയ്യുക. അതായത് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡൊപ്പമീൻ ഉണ്ടാകുന്നു. ഈ ഡൊപ്പമീൻ നമ്മളോട് പറയും ഇത് നല്ലതാണ്, വീണ്ടും ചെയ്യുക എന്നൊരു സിഗ്നൽ നമ്മുടെ തലച്ചോറിന് കൊടുക്കുന്നു. ഇത് വീണ്ടും ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നൽകുന്നു. സത്യത്തിൽ ഡൊപ്പമീൻ ഒരു മോശം കാര്യമാണോ? ഒരിക്കലുമല്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നേടുമ്പോഴും എന്തെങ്കിലും വിജയം കൈവരിക്കുമ്പോഴും അതിൽ സന്തോഷം നമുക്ക് തരുന്നതും അത് വീണ്ടും ചെയ്യാനുള്ള മോട്ടിവേഷൻ തരുന്നതും ഈ ഒരു കെമിക്കൽ കാരണമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം. നമ്മുടെ തലച്ചോറിന് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ ഡൊപ്പമീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതൊരു കാര്യവും, അതായത് നിങ്ങൾ വ്യായാമം ചെയ്യുന്നതാണ് ശരി, നിങ്ങൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണെങ്കിലും ശരി, തലച്ചോറ് എന്ത് ചെയ്യും? അത് വീണ്ടും ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും. കാരണം തലച്ചോറിന് ഡൊപ്പമീൻ ഹൈ അല്ലെങ്കിൽ ആ ഒരു സന്തോഷം വീണ്ടും അനുഭവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഡൊപ്പമീൻ അഡിക്ഷൻ ഇൻ ട്രേഡിംഗ്. ട്രേഡിങ്ങിൽ ഞാനിവിടെ കുറച്ച് അഡിക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരുപാട് അഡിക്ഷൻസ് ഉണ്ട്. അതിലൊരു 3 ഞാൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തെടുത്തതാണ്. കോൺസ്റ്റൻറ്റ് പി ആൻഡ് എൽ ചെക്കിങ്. അതായത് നമ്മൾ ട്രേഡ് എടുത്ത ഉടനെ തന്നെ പി ആൻഡ് എൽ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രെയിനിന് ആ ഒരു ഡൊപ്പമീൻ ഹൈ മാത്രം മതി. അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ആവശ്യമില്ല. അതായത് നിങ്ങൾ പ്രോഫിറ്റ് എടുത്തോ ലോസ് എടുത്തോ എന്തായാലും ഓക്കെയാണ്. പക്ഷേ എനിക്ക് എപ്പോഴും ആ ഒരു പി ആൻഡ് എൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അത് എനിക്ക് നല്ല സന്തോഷം തരുന്നു എന്ന് ബ്രെയിൻ നിങ്ങളോട് പറയും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങളുടെ ബ്രെയിനിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ട്രേഡുകൾ കൺസിഡർ ചെയ്യും. ശരിയല്ലേ? ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് പൗസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ട്രേഡുകൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത്. റൈറ്റ്. നെക്സ്റ്റ് രണ്ടാമത്തേത് റാൻഡം സ്കാൽപ്പിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. നമ്മുടെ ബ്രെയിനിന് എപ്പോഴും ആ ഒരു സന്തോഷം ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി റാൻഡംലി ട്രേഡുകൾ കൺസിഡർ ചെയ്യും. ആരെ സന്തോഷിപ്പിക്കാൻ? നമ്മുടെ ബ്രെയിനിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം. അല്ലാതെ പ്രോഫിറ്റിന് വേണ്ടി ഒന്നുമല്ല. അല്ലെങ്കിൽ നമ്മുടെ അനലൈസ് പ്രകാരം ഒന്നും ആയിരിക്കില്ല ട്രേഡുകൾ കൺസിഡർ ചെയ്യുന്നത്. ജസ്റ്റ് ആ ഒരു ഡൊപ്പമൈൻ ഹൈ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റീൽസ് കാണുന്നത് പോലെ, ആൽക്കഹോൾ കഴിക്കുന്നത് പോലെ, പോൺ വീഡിയോസ് കാണുന്നത് പോലെ ഉള്ള ഒരു തരം അഡിക്ഷൻ. പിന്നെയുള്ളത് നോ പ്ലാൻസ്, ജസ്റ്റ് ചേസിങ് മൂവ്സ്. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അങ്ങ് നമ്മളവിടെ വരുന്നു. ചിലപ്പോൾ കിടന്നുകൊണ്ടൊക്കെ ആയിരിക്കും പല ആൾക്കാരും ട്രേഡുകൾ കൺസിഡർ ചെയ്യുന്നത്. കിടന്നിട്ട് ചുമ്മാ ആ ഒരു അഡിക്ഷൻ്റെ പുറത്ത് റാൻഡം മൂവ്സ് ഒക്കെ ചേസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഒരു 3 അഡിക്ഷൻസ് മാത്രമാണ്. നിങ്ങൾക്ക് എന്തൊക്കെ അഡിക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എഴുതുക. ഈ ഒരു ഡൊപ്പമീൻ അഡിക്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഹിഡൻ കോസ്റ്റ്. ഒന്ന്, യു ആർ നോട്ട് ലേണിംഗ്. നിങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് പഠിക്കാനൊന്നും പറ്റില്ല. ലൈക്ക് നിങ്ങൾ ആൽക്കഹോൾ കഴിക്കുന്ന സമയത്ത് കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ അതിൽ നിന്ന്? ഒന്നുമില്ല. കുറച്ച് സമയത്തേക്ക് നമുക്ക് ആ ഒരു ഡൊപ്പമീൻ അല്ലെങ്കിൽ ആ ഒരു സന്തോഷം, മോട്ടിവേഷൻ കിട്ടുന്നുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ട്രേഡിങ്ങിലും. പ്രത്യേകിച്ച് നിങ്ങൾ അതിൽ നിന്നൊന്നും ഒന്നും പഠിക്കുന്നില്ല. ദെൻ യു ആർ നോട്ട് ഇംപ്രൂവിങ്. യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാകില്ല. ഇങ്ങനെയാണ് നിങ്ങൾ ട്രേഡുകൾ കൺസിഡർ ചെയ്യണമെങ്കിൽ, നിങ്ങൾ ട്രേഡിങ്ങിന് അഡിക്റ്റഡ് ആണ് എന്നെങ്കിൽ യാതൊരു രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട, നിങ്ങൾക്ക് ഉണ്ടാകില്ല. ദെൻ യു ആർ ജസ്റ്റ് സ്റ്റക്ക്. ഒരു സ്റ്റക്കായിട്ട് അവിടെ നിൽക്കും. പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ ആ ഒരു ലൂപ്പിൽ നിങ്ങളുടെ കംഫർട്ട് സോണിൽ സ്റ്റക്കായിട്ടിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പുറത്ത് വരണ്ടേ? യെസ്, ഡെഫിനറ്റ്ലി നമ്മൾ പുറത്ത് വരണം. അത് ട്രേഡിങ്ങിൽ മാത്രമല്ല, നമ്മുടെ ഏത് മേഖലയാണെങ്കിലും ഏത് കരിയർ ആണെങ്കിലും നമ്മൾ ആ ഒരു ഡൊപ്പമീൻ അഡിക്ഷനിൽ നിന്ന് പുറത്ത് വന്നിരിക്കണം. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡൊപ്പമീൻ ഡിറ്റോക്സ്. ട്രേഡേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു 3 എക്സാമ്പിൾ ഇവിടെ പറയാം. അപ്പോൾ നിങ്ങളുടെ അഡിക്ഷൻസ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, സ്റ്റോപ്പ് വാച്ചിങ് ചാർട്ട്സ് ഓൾ ഡേ. ഒരു ദിവസം മുഴുവനും ചാർട്ട് വാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ഫിക്സഡ് ടൈം നമ്മൾ കൊടുക്കുക. ചെക്ക് പി ആൻഡ് എൽ ഓൺലി വൺസ്. ഒരു തവണ മാത്രം പി ആൻഡ് എൽ ചെക്ക് ചെയ്യുക. എപ്പോഴും ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിനെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യം ഇല്ല.
വാക്ക് അവേ ആഫ്റ്റർ എ ട്രേഡ്. നമ്മുടെ ട്രേഡ് അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മുടെ സിസ്റ്റം ക്ലോസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ അഡിക്ഷൻസ് നോട്ട് ചെയ്ത് വച്ച് ഒരു ഡയറിയിൽ എഴുതി വെച്ചിരിക്കുക. അത് നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിലോട്ട് ഡിറ്റോക്സ് ചെയ്തിരിക്കുക. നമ്മുടെ ബ്രെയിനോട് നമ്മൾ പറയുക. അതായത് ബ്രെയിൻ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാകില്ല. ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ബ്രെയിനിനെ മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ബ്രെയിനിനെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമ്മളൊരു റെഗുലർ ഹാബിറ്റോട് കൂടി മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിൽ നമ്മുടെ അഡിക്ഷൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഒരു ഡിറ്റോക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ഡൊപ്പമീനെ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളെ കൺട്രോൾ ചെയ്യും. നിങ്ങൾക്ക് ഏതൊരു ഫീൽഡിലും നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ബ്രെയിനിനെ എങ്ങനെ റീസെറ്റ് ചെയ്ത് കൺസിസ്റ്റൻസ് പെർഫോമൻസ് നേടിയെടുക്കാമെന്നത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു.